എല്ലാ സുഹൃത്തുക്കളും എന്റെ പോലീസുകാരനെ ഈ വേദിയിൽ എന്താ കാര്യം ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യമില്ല. ഞാൻ പോലീസുകാരനായിട്ടല്ല എന്നെ, ഒരു പോലീസുകാരൻ മാത്രമായിട്ടല്ല എന്നെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഈ ഭാഗവത സമ്മതം കഴിഞ്ഞാൽ മോക്ഷമാണെന്ന്, അതിന് മോക്ഷം കിട്ടിയ ഒരുപാട് പേരുടെ കഥകൾ നിങ്ങള് ഭാഗവതത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, പറയാൻ പറ്റും, അങ്ങനെയാണ്. അപ്പൊ ഭാഗവതത്തെ കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നോക്കുകൊണ്ട് ഞാൻ പറയുന്നു, വളരെ സിമ്പിളായിട്ട് സംസാരിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം പറഞ്ഞു. സിമ്പിളായിട്ട് സംസാരിക്കുന്നത് സാധാരണ ഒരുപാട് സംസാരിക്കുമ്പോൾ സംഭവ ശ്ലോകങ്ങൾ ഒരുപാട് മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല, ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം എന്ന് ചിലരൊക്കെ എന്നോട് പറയുകയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സംസ്കൃതം ആരെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെയുള്ള വിദ്വാൻമാരും ഈ ആചാര്യനും ഒക്കെ സംസ്കൃതം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സംക്ഷിപ്തമായിട്ട്, ക്ലിപ്തമായിട്ട്, വളരെ സംശുദ്ധമായിട്ട് നമ്മുടെ ആശയങ്ങൾ, ഈ ആശയങ്ങൾ എത്ര കണ്ട് ഗഹനങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ മനസ്സിലായി കാണണം, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അവിടെ മുഴുവൻ കാലിയാണ്, ഒരുപാട് ആൾക്കാർ ഇവിടെ സ്ഥലത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് ഭാഗവത കഥാകഥനത്തിന് അർഹതയുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഒരുപാട് പേര് വരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏ മാനവ പാപകൃതന്തു സർവത, ഏ മാനവ പാപകൃതന്തു സർവത, എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. അപ്പം എന്താണ് പാപം എന്ന് വെച്ചാൽ അത് ഞാൻ തുറന്ന് പറഞ്ഞുതരാം. നമ്മൾ പാപം എന്ന് പറഞ്ഞാൽ അരുതാത്തത് എന്നൊക്കെ നമ്മൾ സാമാന്യേന പറയും. ഏ മാനവ പാപകൃതന്തു സർവത സതാ ദുരാചാര രഥ വിമാർഗ. എന്താണോ മാർഗം എന്ന് ആരെങ്കിലും പറയുന്നത് അതിൽ നേരെ വ്യതിചലിച്ച് സഞ്ചരിക്കുന്നവൻ, ദുരാചാരത്തിൽ രതിക്കുന്നവൻ, ദുരാചാരത്തിലാണ് മനസ്സ് രമിക്കുന്നത് എപ്പോഴും. സദാ ക്രോധാഗ്നി ദഗ്ധ, ക്രോധത്തിൽ അഗ്നിയിൽ സ്വയം ജ്വലിച്ച് ഇല്ലാണ്ടാവുന്നവൻ. കുടിലാശ്ച കാമിനഹ, കുടിലനാണ്, കാമനകൾ കൊണ്ട് പൊറുതിമുട്ടിയവൻ. ഇതിൽ ഓരോന്നും ഞാൻ വിഗ്രഹിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എങ്ങനെയൊക്കെയാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് വെച്ചാൽ, അങ്ങനെയുള്ളവർക്കാണ് സപ്താഹയജ്ഞേന കലൗ പുനന്തിതേ എന്ന് പ്രമാണം പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് സപ്താഹം കൊണ്ട് പെട്ടെന്ന് പ്രയോജനം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ നല്ല സത്തുക്കളാണെങ്കിൽ ആ സത്തുക്കൾക്ക് പ്രയോജനം ഇല്ല എന്നല്ല കേട്ടോ അതിനർത്ഥം. അങ്ങനെയല്ല, സത്തുക്കൾക്ക് പ്രയോജനം ഉണ്ടാവും. എന്നാൽ സത്തുക്കൾക്കുണ്ടാവുന്ന സത്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇതിലൊന്നും പെടാത്തവൾ എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചോദിച്ചു. നമ്മളൊരു പാട്ടുണ്ട്, പാപം മറിച്ചിട്ടാൽ പമ്പ. ഇപ്പൊ പമ്പയെ കുറിച്ച് പറയുന്നത് പാപത്തിന് തിരിച്ചിട്ടാണെന്നാണ്. ഇപ്പൊ ഈശ്വര വഴിക്ക് പോകുന്നത് ഒന്നും തന്നെ പാപമല്ല. ഈശ്വര വഴിക്ക് അപ്പം നമ്മൾ ചോദിക്കും, ഹിംസ പാപമാണോ? ഹിംസ പാപമാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇത് കേട്ടിട്ടാണ് പണ്ട് അർജുനൻ പറഞ്ഞത്, ഞാൻ ആയുധം താഴെ വെക്കുന്നു, ഞാൻ ഹിംസിക്കാൻ തയ്യാറില്ല. അപ്പൊ പറഞ്ഞു, അതല്ല ധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ധർമ്മത്തിന് വേണ്ടി ഹിംസയാകാം. അപ്പൊ ധർമ്മത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന പ്രവർത്തികൾ അത് ദുരാചാരമാകുമോ? ഇല്ല. പാപമാകുമോ? ഇല്ല. അപ്പൊ ധർമ്മത്തിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ഏത് ക്രൂരകൃത്യവും, അതാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ, എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്, സദാ ദുരാചാര രഥാ വിമാർഗ. ഏതാണോ മാർഗം ആ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് നടക്കുന്നവൻ, ദുരാചാരത്തിൽ രതിക്കുന്നവൻ, സന്തോഷിക്കുന്നവൻ, അതിലാണ് രമിക്കുന്നത്. മദ്യപാനം ഇല്ലാണ്ട് അവന്റെ ജീവിതം മുമ്പോട്ട് പോവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കണം, ധ്വംസിക്കണം, ഹിംസിക്കണം. അപ്പൊ ഇതെന്തൊക്കെയാണ് എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഭാഗവതത്തിന്റെ സപ്താഹ രീതി തുടങ്ങാൻ ഹേതുവായിട്ടുള്ളൊരു വ്യക്തി കുറിച്ച് നമുക്കറിയാം. നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞു കാണും വിചാരിക്കും. പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് കേട്ടിട്ടില്ല എല്ലാവരും? അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഭാഗവത സപ്താഹത്തിന്റെ കാരണഭൂതൻ. എങ്ങനെയാണ് അദ്ദേഹം കാരണഭൂതനായെന്നറിയോ? അദ്ദേഹം പണ്ട് വേട്ടയ്ക്ക് പോയി. ആവശ്യമുണ്ടോ? വേട്ടയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഒരു മനുഷ്യൻ എന്തിനാ വേട്ടയ്ക്ക് പോണേ? വേട്ടയ്ക്ക് പോണേ എന്തിനാണ്? ഇപ്പൊ നമ്മൾ പറയും മഹാരാജാക്കന്മാർക്ക് വിനോദമായിരുന്നു അത്. നോക്കൂ, നിങ്ങളെപ്പോഴും ഇനി ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചാലക്കുടിയിൽ പുലി ഇറങ്ങി ആരോ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി.
ഒരു പുലി നമ്മുടെ ആവാസ സ്ഥലത്തേക്ക് കയറി വന്നാൽ നമ്മൾ എന്താ ചെയ്യണത്? ഓടിക്കുകയെ, കൊന്നുകളയും. നിവർത്തിയുണ്ടെ കൊന്നുകളയും. ആ പുലിയെ കൊല്ലാത്തതിനും ആനയെ കൊല്ലാത്തതിനും ഒക്കെ പ്രതിഷേധ സമരങ്ങളുമായിട്ട് ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ നടക്കുന്ന വ്യക്തികൾ ആലോചിക്കുന്നില്ല നമ്മൾ എത്ര തവണ അവരുടെ ആവാസ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നുണ്ടെന്നും ആ ആവാസ സ്ഥലത്ത് കയറി ചെന്നിട്ട് അവര് നമ്മളോട് ദീനതയാ വായ്പോടുകൂടി പോയിക്കോട്ടെ, പാവങ്ങളാ, ബുദ്ധി ഇല്ലാത്തവരാ, പൊക്കോട്ടെ എന്ന് കരുതിയാണ് ആനകൾ നമ്മൾ വെറുതെ വിടുന്നതെന്നും ഉള്ള തിരിച്ചറിവില്ലാതെയാണ് നമ്മൾ പലപ്പോഴും അവരുടെ ആവാസ സ്ഥലത്തേക്കും ആവാസ വ്യവസ്ഥയിലേക്കും അതിക്രമിച്ച് കയറുന്നത്. അപ്പൊ ഈ ഒരു ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സാധനമുണ്ട്, മാറുവത് മനം ചേരുവത് ഇനം. മാറുവത് മനസ്സാണ്. ലോകത്ത് മാറുന്ന ഒരേ ഒരു സാധനം, എപ്പോഴും മാറുന്ന എന്താണെന്നറിയോ? മനസ്സ് മാത്രമാണ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. എപ്പോഴും മാറും മനസ്സ്. ഈ മനസ്സ് മാറാനുള്ളതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് അധോമുഖമായിട്ട് മനസ്സ് മാറുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഊർധ്വമുഖമായിട്ട് മനസ്സ് മാറുന്നതിനെ നമ്മൾ മാറ്റം എന്നല്ല പറയാ, അത് ഉയർച്ചയാണ്, അത് മോക്ഷമാണ്. ഊർധ്വമുഖം എന്ന് പറഞ്ഞാൽ എന്തായാലും ഭഗവാങ്കിലേക്ക് മനസ്സ് പോവുക, നമ്മൾ ഉന്നതമായി ചിന്തിക്കുക, വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ സ്ഥിതപ്രജ്ഞസ്യ ഭാഷാ സമാധിസ്തസ്യ കേശവ, സ്ഥിതപ്രജ്ഞനാവുക, പ്രജ്ഞ ഉറക്കുക, മുകളിലേക്കാണ് നമ്മുടെ ചിന്ത. നമ്മൾ ഈ പറയുന്ന മാറ്റം അതല്ല. മാറുവത് മനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധപതനത്തിലേക്ക് പോകുന്ന ചിന്തകൾ. ഇത് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് പണ്ട് പരീക്ഷിത്ത് രാജാവിന്റെ ഒരു കഥയുണ്ട്. ഇത് പരീക്ഷിത്ത് ഭാഗവത സപ്താഹത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് പരീക്ഷത്തിന് കുറെ കഥകളുണ്ട്. പരീക്ഷത്തിന്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്കറിയോ? പരീക്ഷത്തിന്റെ പേര് പരീക്ഷിത്ത് എന്നായിരുന്നില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വിഷ്ണുരഥൻ എന്നാണ്. വിഷ്ണുരഥൻ. എന്താണ് വിഷ്ണുരഥൻ എന്ന് പേര് വരാൻ കാരണം എന്നറിയോ? ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ ഈ ഗർഭസ്ഥ ശിശുവിനെ കൊന്നു. ആര്? അശ്വത്ഥാമാവ് കൊന്നു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ വൈഷ്ണവ വൈഭവം കൊണ്ടാണ് ആ ബ്രഹ്മാസ്ത്രത്താൽ ഹനിക്കപ്പെട്ട ഈ ശിശുവിനെ പുനരുജ്ജീവിപ്പിക്കുന്നതെന്നാണ് കഥ. കഥ എന്തുമാവട്ടെ, എന്റെ അന്തസത്യം എന്താണെന്നറിയോ? മരണതുല്യമായ അവസ്ഥയിൽ നിന്നും മരിച്ച അവസ്ഥയിൽ നിന്നും പുനരുജ്ജീവിപ്പിക്കാൻ ഹേതുവാകാനും അതിന് കഴിവുമുണ്ട്. ആർക്ക്? ഈശ്വരാധീനം. ഭഗവാൻ അനുഗ്രഹിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ്. ഒറ്റ കാര്യവും പ്രശ്നമില്ല. അങ്ങനെ രണ്ടാമത് ജീവനിലേക്ക് വന്ന വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷ്ണുരഥൻ, വിഷ്ണുവിൽ രമിക്കുന്നവനാണത്രേ. അതാണ് യഥാർത്ഥത്തിൽ പരീക്ഷത്തിന്റെ പേര്. അങ്ങനെയുള്ള പരീക്ഷത്ത് 60 കൊല്ലക്കാലം രാജ്യം ഭരിച്ചതിന് ശേഷമാണ് മൃത്യുലോകം പോകുന്നത്. തക്ഷകന്റെ ദംശനമേറ്റാണ് മരിക്കുന്നത്. ഇനി ഇതിനിടയിൽ പരീക്ഷിത്ത് ചെയ്ത ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. ഒരിക്കൽ പരീക്ഷിത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒറ്റക്കാല് മാത്രം ഉണ്ടായിരുന്ന ഒരു കാളെ, അത് കേട്ടിട്ടുണ്ട് ഈ കഥ, ഒരാള് നിന്ന് അടിക്കുന്നുണ്ട്. അടിക്കുന്ന ആളെ പിടിച്ച് ഉപദ്രവിക്കാനായിട്ട് ഇദ്ദേഹം ഒരുക്കി. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കലി, ഈ കലിയുഗം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഈ കലി രൂപത്തിൽ വന്നിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദുഷിപ്പിക്കാനുള്ള ഊർജം ഞാനാകുന്നു, അതുകൊണ്ട് എന്നെ അങ്ങ് ഉപദ്രവിക്കരുത്, ഞാൻ കാലത്തിന്റെ നിയോഗം അനുസരിച്ച് വന്നതാണ് എന്ന് പറയുമ്പോ തൽക്കാലം ഒരു അടിയൊക്കെ കൊടുത്തിട്ട് പരീക്ഷിത്ത് ഇദ്ദേഹത്തിനെ വെറുതെ വിടും. വെറുതെ വിടുമ്പോ ഈ ഒറ്റക്കാലുള്ള കാള കാമധേനുവിന്റെ രൂപം പൂണ്ടു എന്നാ പറയുന്നത്. ഞാൻ കാമധേനുവാണ്. അദ്ദേഹവും അനുഗ്രഹം ചൊരിയും. ആർക്ക്? പരീക്ഷത്തിന്. ശരി. പക്ഷെ ഈ പരീക്ഷത്തിന് അവിടെ ചെറിയൊരു അഹങ്കാരം കയറി വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലിക്ക് വരം കൊടുത്തവനായി ആരും മാറി, പരീക്ഷിത്ത് മാറി. ആ കലി തലയിൽ കയറിയിരുന്ന അന്ന് തൊട്ട് പരീക്ഷത്തിന്റെ പരീക്ഷണകാലം തുടങ്ങി. ഇപ്പൊ വെറുതെ പോയി കാട്ടില് വല്ല കാര്യമുണ്ടോ? കാട്ടിൽ പോണ്ടേ? കാട്ടിൽ ആരാ പോണ്ടത്? മൃഗങ്ങളുടെ ആവാസ സ്ഥലമല്ലേ കാട്. അവിടെ സാത്വിക ചിന്തയുള്ള ഈശ്വരോന്മുഖമായി മോക്ഷേച്ഛുവായിട്ടുള്ള മുമുക്ഷുക്കളായിട്ടുള്ള ആൾക്കാരും കാട്ടിൽ പോകാൻ പാടില്ല. അഥവാ പോവുകയാണെങ്കിൽ തപസ്സിന് വേണ്ടിയായിരിക്കും. എന്തിനാ തപസ്സിന് വേണ്ടി കാട്ടിൽ പോകണമെന്നറിയോ? മറ്റു മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും മറ്റു മനുഷ്യരെ നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ്. ഒരാളിങ്ങനെ വെറുതെ കാട്ടിലിങ്ങനെ നിശ്ചേഷ്ടനായിരിക്കുകയാണ് നമ്മുടെ നാട്ടില്. അപ്പൊ നമ്മളിങ്ങനെ വന്നിരിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാണ്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരുന്ന സമാധി അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഞാൻ. പക്ഷെ നിങ്ങൾക്ക് കണ്ടാത്താ തോന്നുക, ഇയാൾ എവിടുത്തെ പോലീസുകാരൻ, ചോദിച്ചാൽ മിണ്ടുമില്ല, മര്യാദയില്ല, ഒന്നുമില്ല എന്നല്ലേ നിങ്ങൾക്ക് തോന്നുക. അത് മനുഷ്യർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി സത്തുക്കളായ മുമുക്ഷുക്കൾ എപ്പോഴും ഏകാന്തത്തിൽ പോകും. അവർ പൊക്കോട്ടെ. അങ്ങനെ പോയിരുന്ന ഒരാളായിരുന്നു ആര്? ശമികൻ എന്ന മുനി. ഈ ശമിക മുനി തപസ് ചെയ്യുമ്പോഴാണ്
പരീക്ഷത്തിൽ ചെന്ന് അവിടെ ചെന്ന് ഈ കലി ബാധിച്ച ഈ ജരാസന്ധന്റെ കിരീടം വെച്ചിട്ടാണല്ലോ ചെല്ലുന്നത്. ഒരു മാനിനെ ഓടിച്ചു വിട്ടിട്ട് അതിന്റെ പുറകെയാണ് പോണത്. അപ്പൊ ഈ മാനിനെ ഓടിക്കുമ്പോ ആലോചിക്കണം, മാനിനും ജീവിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ ഇല്ലേ? അത് ഹനിച്ചുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് പോകുന്നത്. അപ്പൊ മാൻ എങ്ങോട്ട് പോയി ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഇദ്ദേഹം കണ്ണ് തുറച്ച തപസ്. മനസ്സിലാക്കണം, സത്തുകൾ പല രീതിയിലാണ്, തപശ്ചര്യ പല രീതിയിലാണ്. നമ്മൾ സാധാരണ തപസ് ചെയ്യുമ്പോൾ എല്ലാവരും കണ്ണടച്ചിരിക്കുന്ന കാണാം. ഇദ്ദേഹം കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. കണ്ണ് തുറന്ന് നിർനിമേഷരായിട്ട്. നമ്മൾ പലപ്പോഴും ഈ നമ്മളുടെ ഈ ക്ഷേത്രങ്ങളുടെ മുകളിലൊക്കെയുള്ള വ്യാളിമുഖങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? കണ്ണിങ്ങനെ തുറച്ചിട്ടായിരിക്കുക. ആ തുറച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവത് ദർശനം കിട്ടിയ ആ സമയത്താണ് ആ ചിത്രം എഴുതിയെന്ന് മനസ്സിലാക്കുക. ഭഗവത് ദർശനം കിട്ടുന്നവന് കുംഭകം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് ശ്വാസം നിന്നിട്ട് കണ്ണ് ഇങ്ങനെ വിഴിക്കും. അങ്ങനെ കണ്ണ് വിഴിച്ച് തപസ്സിലിരിക്കുന്ന ശമികനോടാണ് ചോദിക്കുന്നത്, ഏത് മാൻ എവിടെ പോയി? ശമികൻ മറുപടി പറയുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, എന്റെ മാൻ എവിടെ പോയി? അദ്ദേഹം വീണ്ടും മറുപടി പറയുന്നില്ല. അങ്ങനെ മറുപടി പറയാതിരിക്കുന്ന ശമികനെ ഒരു മര്യാദ പഠിപ്പിക്കണമെന്ന് തോന്നുകയാണ്. ഈ തലയിലിരിക്കുന്ന കലി തോന്നിച്ച തോന്നലാണ്. അവിടെ നിന്ന് എന്ത് ചെയ്തു? അവിടെ കിടന്നൊരു ചത്ത പാമ്പിനെ എടുത്ത് മേത്തിടുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന് ഒരു ശാപം കിട്ടുകയാണ്. ആരാ ശപിക്കുന്നതെന്നറിയോ? ഇദ്ദേഹത്തിന്റെ മകൻ. ഇദ്ദേഹത്തിന്റെ പേരറിയോ? ശൃംഗി. ശൃംഗി എന്ന് പേരുള്ള മുനികുമാരനാണ് ഇദ്ദേഹത്തെ ശപിക്കുന്നത്. അപ്പൊ ഈ ശൃംഗിയുടെ കാര്യവും ഭയങ്കര രസമാണ്. എന്താന്ന് വെച്ചാൽ അവിടെ ഇതെല്ലാം നമുക്ക് മാതൃകയാക്കാനുള്ള കാര്യങ്ങളാണ്. ഈ ശൃംഗിയോട് ഈ വിവരം പോയി പറയുന്ന വേറൊരുത്തനുണ്ട്. അയാളുടെ പേര് കൃഷൻ. അയാൾ വേറൊരു മുനിയുടെ മകനാ. ഈ കൃഷൻ എന്താ ചെയ്യുന്നതെന്നറിയോ? കേട്ടപാട് കണ്ടപാട് എന്താ സംഭവം എന്ന് അന്വേഷിക്കാണ്ട് ഓടിപ്പോയിട്ട് പറയാണ് ശൃംഗിയുടെ അടുത്ത്. ഈ ശൃംഗിയുടെ സ്വഭാവം ആർക്കറിയാം? കൃഷ്ണനറിയാം, ശമികനും അറിയാം. എന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? ഒരു മര്യാദ വേണ്ടേ? ഒന്ന് ആലോചിച്ച് എന്താ കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് പോയി പറഞ്ഞാൽ പോരെ? കേട്ട പാതി കേൾക്കാത്ത പാതി ആര് ചെയ്തു? ശാപം വെച്ച് പിടിപ്പിച്ചു കൊടുത്തു. ഈ ശാപത്തിന്റെ നമ്മൾ ഈ കഥകളിലൊക്കെ ശാപം എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. മുനി ശപിച്ചു. ഈ മുനി ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ ശപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഊർജം, എൻ്റെ തപസ്സിന്റെ ഊർജം കൊണ്ട് എൻ്റെ ഈ എന്താ പറയാ, ശൃംഗി ഒരാളെ ശപിക്കും എന്ന് പറഞ്ഞാൽ ശൃംഗിയുടെ കൊല്ലങ്ങളിലായിട്ടുള്ള തപസ്സിന്റെ ഫലം മുഴുവൻ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അയാൾ ചെലവാക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. വല്ല പ്രയോജനമുണ്ടോ? വല്ല ആവശ്യമുള്ള കാര്യമാണോ? നമ്മളൊക്കെ പലപ്പോഴും നന്നാവില്ല, നശിച്ചു പോട്ടെ എന്നൊക്കെ പറയില്ലേ? എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ അവൻ നശിച്ചു പോണ കാണാണ്ടാവില്ല. അവൻ അവിടെ ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? നമുക്ക് അവനെ നശിപ്പിക്കാൻ മാത്രമുള്ള ഊർജ്ജം നമ്മുടെ കയ്യിലില്ല. ഒന്ന്. രണ്ട്, അവന് സാമാന്യം നല്ല ഊർജ്ജം ഉണ്ടാവും. നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്? അവൻ നല്ല തപസ്വിയായിരിക്കും ചിലപ്പോൾ. അപ്പൊ നമ്മുടെ തപസ് കൊണ്ട്, നമ്മുടെ ഊർജം കൊണ്ട് മറ്റേ അദ്ദേഹത്തിന്റെ ഊർജത്തിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നവനെ തപസ് ഏൽക്കുള്ളൂ. പക്ഷെ മുനിമാരൊക്കെ മഹാമുനിമാരല്ലേ? അപ്പൊ ഈ കൃഷ്ണൻ എന്ത് ചെയ്യണമായിരുന്നു? ഇതെന്താ കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെ ശമികനോട് ചോദിച്ചിട്ട് വേണമായിരുന്നു പോയി പറയാൻ. അദ്ദേഹം അതും ചെയ്തില്ല. അതും കലിയുടെ പ്രഭാവം. അത് കഴിഞ്ഞിട്ടോ കേട്ട ശൃംഗി എന്ത് ചെയ്യണു? കേട്ട പാതി കേൾക്കാത്ത പാതി കൊടുത്തൊരു ശാപം. പാമ്പിനല്ലേ എൻ്റെ അച്ഛൻ്റെ മേത്തെടുത്ത് നീ ഇട്ടത്? സർപ്പദംശനം കൊണ്ട് നീ മരിക്കട്ടെ. ഇതറിഞ്ഞപ്പോഴത്തേക്കും ശമികനാകെ വിഷമായി. ശമികൻ എന്ത് ചെയ്തു? വേറൊരു മുനികുമാരനെ വിടുന്നു പരീക്ഷിത്തിനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. പരീക്ഷിത്തിനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം മന്ത്രിമാരെല്ലാവരും ഒരു കാര്യം തീരുമാനിച്ചു. ഈ നിയതിയുടെ ഈ വഴി തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയ ഗോപുരം കെട്ടാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഗോപുരം ഉയർത്തി. അതിനകത്ത് ഭംഗിയായിട്ട് പരീക്ഷത്തിനെ പാമ്പ് വന്ന് കടിക്കാതിരിക്കാൻ ഉള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അവർക്ക് ഒരു പേടി തോന്നി, ഇനി എങ്ങനെയെങ്കിലും പാമ്പ് വന്ന് കടിച്ചാലോ. ഉണ്ട് കശ്യപ മുനിയെ, സപ്തർഷികളിൽ ഒരാളായ കശ്യപ മുനിയെ വരുത്തുകയാണ്. അദ്ദേഹം ഈ എന്ത് വിഷം തീണ്ടിയാലും മാറ്റി കൊടുക്കുന്ന ആളാ. ആർക്കെന്ത് വിഷം തീണ്ടിയാലും അദ്ദേഹത്തിന്റെ സ്പർശമുണ്ടെങ്കിൽ അതിനുള്ള വരവൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് അത്ര കശ്യപൻ. അദ്ദേഹം ഓടി വരാനിരിക്കെ അദ്ദേഹത്തിന് പറയുന്നത് സത്യമാണോ കള്ളാണോ എന്ന് എനിക്കറിയില്ല. കഥയിൽ കാണുന്നത് ഇങ്ങനെയാണ്. കൈക്കൂലി കൊടുത്ത് ഇന്ദ്രൻ മടക്കി എന്നാ പറയുന്നത്. ഒരുപാട് പണം കൊടുത്ത് ഇനി തൽക്കാലം അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞിട്ട് കശ്യപനെ, ബ്രഹ്മർഷിയാണ്, ആലോചിച്ചോണം, മടക്കിയ ശേഷം ആണ് ആര് ചെല്ലുന്നത്? ശുഗമുനി അതുവഴി ചെല്ലുന്നു. അപ്പം മരണഭയത്തോടെ മരണം കാത്തിരിക്കുന്ന പരീക്ഷത്തിന്
ഈ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്ത് 7 ദിവസം കൊണ്ട് ആ മരണം എനിക്ക് വിഷയമല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി മോക്ഷപ്രാപ്തിക്ക് ഒരുത്തനെ പാത്രമാക്കുന്ന പ്രക്രിയയാണ് ഭാഗവത സപ്താഹം. ഇത് പിന്നീട് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ചരിത്രത്തില്. ഈ ഭാഗവത കഥകളിൽ നിങ്ങൾ കേട്ട് കാണുമോ? ദുന്ദുകാരിയുടെ കഥ കേട്ടുവോ? കേട്ടു. ദുന്ദുകാരിക്ക് വേണ്ടി ഗോകർണൻ ഇതേ പണി ചെയ്തു. അജാമിളൻ അതിനേക്കാളൊക്കെ ഗംഭീരമായി. ഒറ്റത്തവണ നാരായണ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോക്ഷമായി. ഇങ്ങനെ അനവധി കഥകളും കഥാകഥനങ്ങളും വഴി നമുക്ക് ഭാഗവതത്തിലൂടെ എന്താണ് മനസ്സിലാക്കി തരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. ഭാഗവതത്തിന്റെ മഹാത്മ്യം എന്താണെന്നറിയാനുള്ള ഒരു ചെറിയ ശ്ലോകം ചൊല്ലിക്കോട്ടെ? കുഴപ്പമില്ലല്ലോ അല്ലേ? പിന്നെ ചീത്ത പറയാം സംസ്കൃതം ചൊല്ലിന്ന്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം ശതാം. ആരാണ് ധർമ്മത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഉയർച്ച, മോക്ഷം ഇതിന് സാധ്യമാക്കുന്നവർ ആയിട്ടുള്ള പരമന്മാരാണ്, വലിയ ശ്രേഷ്ഠന്മാര്. അവരെങ്ങനെയുള്ളവരാണ്? നിർമത്സരാണാം ശതാം. ഒരിക്കലും മത്സരിക്കാത്തവരാ. മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഒരിക്കലും നമ്മൾ മത്സരിക്കുന്ന എല്ലാവരും തോക്കുന്നുള്ളത് നിങ്ങൾക്കറിയോ? പ്രപഞ്ചത്തിൽ നമ്മൾ ഒരിക്കലും മത്സരിക്കാൻ പാടില്ല. അങ്ങനെ മത്സരിക്കാത്തവര് ആയിട്ടുള്ള ശ്രേഷ്ഠന്മാരായ മുനിശ്രേഷ്ഠന്മാരാൽ ഇങ്ങനെ അനവധി കഥകള് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഭാഗവതത്തില്. ഭഗവാന്റെ കഥകള് ദശലക്ഷണങ്ങളാണ് ഈ ഒരു പുരാണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ 10 തികഞ്ഞതാണത്രേ ഭാഗവത പുരാണം. അത് പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് ഇന്നത്തെ ദിവസം മതിയാവില്ല അതിന്റെ ലക്ഷണം പറയാം. സർഗം, വിസർഗം, അവതാര കഥകൾ, ഇങ്ങനെ കുറെ പറഞ്ഞു തന്നുണ്ടോ? ഒരു 10 ലക്ഷണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞതാണ് ഭാഗവത പുരാണം. അങ്ങനെ ഈ ഭാഗവത പുരാണം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ കേൾക്കാനുണ്ട്. അത് ആരാലുണ്ടാക്കും? മത്സരിക്കാത്ത മിടുക്കന്മാരായിട്ടുള്ള മനുഷ്യരുണ്ടാക്കിയതാ. എന്താ ഈ മത്സരത്തിന്റെ ഇത്ര വലിയ പ്രത്യേകത? ഞാൻ എല്ലായിടത്തും ചൊല്ലുന്നൊരു ഗീതാ ശ്ലോകമുണ്ട്. ത്രിവിധം നരകസ്വേദം ദ്വാരം നാശനമാത്മന കാമക്രോധസ്ഥതാ ലോഭ തസ്മാദേത്രിയം ത്യജേത്തതാണ്. അതായത് 3 വഴിയാണ് അത്ര നരകത്തിലേക്കുള്ളത്. അത് കാമം, ക്രോധം. നമുക്ക് രണ്ടും കേട്ടാൽ മനസ്സിലാവും. എന്താ കാമം ക്രോധം എന്ന് അറിയാലോ എല്ലാവർക്കും അല്ലേ? കാമം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ട ലൈംഗികദാഹം എന്നിട്ടോ, അങ്ങനെയല്ല. എന്തിനോടും നമ്മൾ കാമം എന്ന് സാമാന്യേന പറയണത് എന്താ? ആർക്കെങ്കിലും ആരോടെങ്കിലും തോന്നുന്ന ശാരീരികമായ തൃഷ്ണയ്ക്കുള്ള ഒരു താല്പര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാമം എന്ന് സാമാന്യേന പറയണം. പക്ഷെ അതല്ല ഇവിടുത്തെ കാമം. ഇവിടെയുള്ള കാമം എന്ന് പറഞ്ഞാൽ എന്തിനോടുമുള്ള നിങ്ങളുടെ അമിതമായ വാഞ്ചയാണ്. എന്തിനോടും. ആ കാമം നടന്നില്ലെങ്കിൽ ക്രോധമായി. മനസ്സിലായില്ലേ? കാമം കിട്ടിയില്ല, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് നടന്നില്ല, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരികയാണ്. ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ. ഇപ്പൊ പുതിയ കുട്ടികൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെയാ. ഫ്രസ്ട്രേഷൻ, ഡിപ്രഷൻ, ഐ എം ഫ്രസ്ട്രേറ്റഡ് മാ എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിൽ കേൾക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും അവസ്ഥയൊക്കെ ഒന്ന് തന്നെ. അപ്പൊ കാമം നടക്കാതെ വരുമ്പോൾ വരുന്ന ക്രോധം. ഇപ്പൊ ഈ ശ്ലോകത്തിൽ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. കാമക്രോധസ്തഥാ ലോഭ എന്നാണ്. കാമവും ക്രോധവും പറയുന്നതിന് ഒപ്പമല്ല ലോഭത്തിനെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ലോഭം. അഥാ സ്തഥാ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ലോഭം എന്താണെന്നറിയോ? ലോഭം എന്ന് പറയുന്നതാണ് മലയാളികളുടെ മുഖമുദ്ര. എന്താ മലയാളികളുടെ മുഖമുദ്ര? എൻ്റെ വീട്ടിൽ കറണ്ട് പോയി, അപ്പുറത്ത് കറണ്ട് ഇട്ടോ നോക്കണം മോനെ എന്ന് പറയുന്ന അവസ്ഥയില്ലേ? മാനസികാവസ്ഥ. അവിടെ കറണ്ട് ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും, സമാധാനായി, അപ്പൊ എല്ലായിടത്തും പോയി, കുഴപ്പമില്ല. എന്നെ ഇപ്പം ഞാൻ ഒരു IPS കാരനാക്കി ഭഗവാൻ. ഞാനിപ്പോൾ ADGP ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വളരെ സന്തുഷ്ടനാണ്. സന്തുഷ്ടനാണെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, അയ്യോ എന്നെ ആരെങ്കിലും ഇനി റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഒരു ഗവർണറാക്കി തന്നാൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നിടത്ത് എൻ്റെ ലോഭമാണത്. മനസ്സിലായി? കിട്ടിയതൊന്നും പോരാ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഗവർണറാക്കി അയാൾ തൃപ്തനാകുമോ? ഇല്ല. അയാൾ ഗവർണർ ആയാൽ വിചാരിക്കും ഇന്ത്യൻ പ്രസിഡന്റ് ആയാൽ കൊള്ളാം. ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ആക്കിയാലോ അയാൾ എന്ത് പറയും? അമേരിക്കൻ പ്രസിഡന്റ് ഇതിലും ഭയങ്കര സൗകര്യത്തിലല്ലേ? എങ്ങനെയാ ഞാൻ മനസ്സമാനായിട്ട് ഇരിക്കുക? നമ്മൾ ഈ പഴയ അമ്മായിയമ്മ മരുമകൾ പോരിനെ കുറിച്ച് പറയുന്ന തമാശകളുണ്ട്. അതിലൊന്ന് പറയാം, എൻ്റെ ഒരു കണ്ണ് പോയാൽ എൻ്റെ അമ്മായിമ്മയുടെ 2 പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അതിനാണ് ലോഭം എന്ന് പറയാം. ഇതിന് പരിഹാരമില്ല. ഇത് 3ഉം ത്യജിക്കണം എന്നാണ് ഭഗവത്ഗീത പറയണമെങ്കിലും ആദ്യത്തെ 2 നമുക്ക് സമാധാനമുള്ള കേസ് കേട്ടാ. ശരിയാണെന്നല്ല പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഇതിനോട് ആഗ്രഹം തോന്നി, എനിക്കിപ്പോ ഒരു ഗ്ലാസ് പായസം വേണം.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുവെച്ചാൽ ചിലപ്പോൾ മോഹനോട് പറഞ്ഞു, മോഹൻ ഒരു ഗ്ലാസ് പായസം കൊണ്ടുതരുമെന്ന് വെച്ചാൽ മോഹൻ എവിടുന്ന് പായസം കൊണ്ടുതരും. തന്നു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞ് മതിയോ സാർ? പോരെ, 2 ഗ്ലാസ് കൂടി ആയിക്കോട്ടെ. 3 ഗ്ലാസ് പായസം കിട്ടി, എൻ്റെ പ്രശ്നം തീർന്നു. ഇനി മതിയോ? മതി, ഇനി വയ്യ. മനസ്സിലായില്ലേ? അപ്പൊ കാമം തീർന്നു, ആഗ്രഹം തീർന്നാൽ തൽക്കാലത്തേക്ക് മനസമാധാനമായി. പിന്നെ ക്രോധത്തിന് സ്കോപ്പില്ല. അപ്പൊ അതേസമയം എനിക്ക് പായസം തരാണ്ട് നിങ്ങൾ എല്ലാവരും കുടിക്കുകയാണ്, എനിക്ക് നിങ്ങളോട് എല്ലാവരുടെയും ദേഷ്യം വരികയാണ്. പക്ഷെ എനിക്ക് പായസം കിട്ടി, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇനി വേണ്ട കേട്ടോ, വയ്യ എന്ന് പറയുന്ന അവസ്ഥ എത്തും. അതേസമയം ലോഭത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് കിട്ടിയ മഞ്ഞ പായസം, നിങ്ങൾക്ക് കിട്ടിയ വെള്ള പായസം, വേറൊരാൾക്ക് കിട്ടിയ കറുത്ത പായസം. കറുത്ത പായസത്തിനല്ലേ ഏറ്റവും സ്വാദ് എന്ന് എനിക്ക് തോന്നുന്നിടത്ത് എൻ്റെ ലോഭം തുടങ്ങാണ്. ഇതിന് അവസാനമല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ കറുത്ത പായസം കിട്ടിയവനോട് ഞാൻ മത്സരിക്കും, ആ കറുത്ത പായസം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് മത്സരം എന്ന് പറയുന്നത്. ഇപ്പൊ നിർമത്സരാണ്, മത്സരിക്കാനേ ആഗ്രഹമില്ലാത്തവർ, അങ്ങനെയുള്ള പരമന്മാർ. അവര് എന്താണ് അതിലെ പറഞ്ഞിരിക്കുന്നത്? വേദ്യം വാസ്തവം അത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. വേദ്യം, വേദങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്. വാസ്തവം, അത്ര വസ്തു, അതുപോലത്തെ വസ്തു. ശിവദം, മംഗളകാരകമായിട്ടുള്ള വസ്തുക്കൾ. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മംഗളം മാത്രം കിട്ടുന്ന കാര്യങ്ങള് അവരിത് കണ്ടുപിടിച്ചിട്ട് എന്താ അവർ ചെയ്യുന്നത്? താപത്രയോന്മൂലനം. താപത്രയങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് എന്തൊക്കെയാ ദുഃഖങ്ങളുള്ള ജീവിതത്തില്? എന്തൊക്കെയാ നമ്മുടെ ദുഃഖങ്ങള്? നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന 3 തരത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്കുള്ളത്. അറിയോ അത്? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. ഈ 3 ദുഃഖങ്ങളാണ് നമുക്കുള്ളത്. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം മ്യാൻമാറിൽ ഉണ്ടായതാണ് ആദിഭൗതികം. നമ്മൾ തടുത്താൽ കൂട്ടിയാൽ കൂടില്ല. മനസ്സിലായില്ലേ? കൂട്ടിയാൽ കൂടില്ല, നമുക്ക് തടയാൻ പറ്റില്ല എന്നുള്ളത് അതിൻ്റെ ഒരു വശം. പക്ഷെ അതിന് അടുത്ത വശം എന്താണെന്നറിയോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും അവിടെ മ്യാൻമാറിൽ അന്നത്തെ ദിവസം രാവിലെ ഉണ്ടാവാതിരുന്നത്? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിപത്ത്. ഞാൻ പലപ്പോഴും RCCയിൽ പോകാറുണ്ട്. നമ്മുടെ എല്ലാ അഹങ്കാരവും മാറി കിട്ടാൻ പറ്റുന്ന ഒരു വലിയ സ്ഥലമാണ് RCC എന്ന് പറയുന്നത്. ലോകത്ത് നമ്മൾ കാണുന്ന ഒരു ക്ഷേത്രത്തിലും, ഒരു ക്ഷേത്രത്തിൻ്റെ ചുമരുകൾക്കും ഇല്ലാത്തത്ര പ്രാർത്ഥനാ ധ്വനികൾ അവിടെ ഉണ്ടാവും. ആ വേദന, ആ ദുഃഖം, ഈ വരുന്ന എല്ലാ ദുഃഖങ്ങളും ആധിഭൗതികമാണ്. രണ്ടാമത്തെ ദുഃഖം എന്താണെന്നറിയോ? ആധിദൈവികം. അത് ഈ ലോഭം. നമ്മളെ വീട്ടില് പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, മക്കൾക്ക് അച്ഛനെ കണ്ടുകൂടാ, അച്ഛന് മോനെ കണ്ടുകൂടാ. മനസ്സിലായില്ലേ? നമ്മൾ ജോലി സ്ഥലത്ത് നമ്മുടെ ബോസിന് നമ്മൾ ഇഷ്ടമല്ല, അയൽവക്കക്കാരുമായിട്ട് നമ്മളെപ്പോഴും പ്രശ്നം. ഇത് ആദി, ദൈവമായിട്ട് തരുന്ന ആദി എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ദൈവമായിട്ട് എന്തുകൊണ്ടാണ് തരുന്നത്? നമ്മൾ ചോദിച്ചു പഠിക്കുന്നത്. നമ്മുടെ കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ത്രയത്തിൽ രണ്ടാമത്താണ് ആദി ദൈവികം. ഇനി മൂന്നാമത്തെ എന്താണ്? ആദി ആത്മികം. ആധ്യാത്മികം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ തപസ്സിന് മുതിരുമ്പോൾ എനിക്ക് തടസ്സം വരുന്ന കാര്യങ്ങൾ. ഇവിടെ വന്നിരുന്ന എല്ലാവരും തീരുമാനിച്ചു, ഇത് ഈ ഭാഗവസത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിവസവും വിഷ്ണു സഹസ്രനാമം ഒരു 12 പ്രാവശ്യമെങ്കിലും ചെല്ലുട്ടോ തീരുമാനിച്ചിട്ടാണ് എല്ലാവരും വരിക. എന്നിട്ട് എന്താ ഉണ്ടാവുക എന്നറിയോ? എന്താ ഉണ്ടാവുക? ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഒന്നൊന്ന് ഉശിരൊക്കെ കൂട്ടി പിടിച്ചൊന്ന് 2, 3, 4 അപ്പത്തേക്കും ആരെങ്കിലും അയൽവക്കത്ത് നിന്ന് വിളിക്കും, ഒന്ന് പുറത്തു പോയിട്ട് വരാം, അല്ലെങ്കിൽ ഒന്ന് ഒരു സിനിമയ്ക്ക് പോകാം, എന്തെങ്കിലും. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, മക്കൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി. ലോകത്ത് പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടോ? അപ്പൊ ഈ സമരം നമ്മൾ നടത്തുകയാണ്. ഇപ്പൊ ദിവസവും നമ്മൾ ഞാനിപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിച്ച അത്രയും എൻ്റെ ഉപാസന എത്തിയില്ല, എൻ്റെ തപസ് വന്നില്ല, ഞാൻ ചിന്തിച്ചത് നീചമായി പോയി, ഞാൻ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് നടത്തുന്ന സമരങ്ങൾ കൊണ്ടുണ്ടാവുന്ന ദുഃഖങ്ങളെയാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 3 താപത്രയങ്ങളാണ് നമുക്കുള്ളത്. ഈ 3നെയും ഇല്ലാതാക്കി തരുന്നതാണ്. എന്തുണ്ടാക്കി തരും? എന്താണ് ഇല്ലാതാക്കി തരുന്നത്? ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, മഹാമുനികളാൽ ഉണ്ടാക്കപ്പെട്ട ശ്രീമദ് ഭാഗവതം ഈ 2 സാധനങ്ങളും ചെയ്തു തരും നിങ്ങൾക്ക്. കേട്ടാ മാത്രം മതി. കിംവാ പരൈരീശ്വര. എന്നിട്ട് എന്ത് ചെയ്യും? ഈശ്വര സത്തയെ നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു തരും. സദ്യോ ഹൃദ്യ വരുദ്ധ്യതേത്ര കൃതഭി ശുശ്രൂഷുഭി തക്ഷണാത്.
ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ ക്ഷണത്തിൽ നിങ്ങളുടെ അഹങ്കാര ഗ്രന്ഥി വിച്ഛേദിച്ചാൽ, അഹങ്കാര ഗ്രന്ഥി എന്ന് പറയുന്നത് എന്താ? ഞാനാണ് എന്തൊക്കെയോ ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ ചിന്ത അതില്ലാതാക്കിയിട്ട് ഭഗവാനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തരും. സദ്യ പോലെ ഭഗവാൻ പിന്നെ അതിന് ഒരു തടസ്സമില്ലാണ്ടാണ് പിന്നെ അനർഗളധാരയായിട്ട് ഭഗവത് ചൈതന്യം നമ്മുടെ മനസ്സിൽ നിറയ്ക്കും. ഈ താപത്രയങ്ങളെ ഇല്ലാതാക്കി തരും. നമുക്ക് ഈ 3 പേടികളും നമുക്ക് പിന്നെ ഉണ്ടാവില്ല എന്നാ. അതാണ് ഭാഗവത കഥാകഥനം, ഭാഗവത സപ്താഹ ശ്രവണം കൊണ്ട് നമുക്കുണ്ടാവുന്ന മെച്ചം എന്നാണ്. നമുക്കെന്ന് പറഞ്ഞാൽ ആർക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏ മാനവ പാപ കൃതസ്തു സർവ്വത, എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. പാപം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു ഞാൻ മുഴുവൻ പറയാൻ പറ്റിയില്ല. പാപം എന്ന് പറയുന്നത് നമ്മള് ഭഗവാങ്കലേക്ക് നമ്മളെ എത്തിക്കാൻ ഉതകാത്ത എല്ലാ പ്രവൃത്തികളും പാപമാകുന്നു. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണം. ഞാൻ ഈ ചെയ്യുന്ന പണി കൊണ്ട് ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുകയാണോ അകലുകയാണോ? ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ ചിന്ത നമ്മളത് ക്രമീകരിച്ചാൽ വേറെ രീതിയിലും ചിന്തിക്കാം. ഏതാ ഈ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരെങ്ങനെയാ ചിന്തിക്കാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ചാർവാകന് സ്ഥാനം ഉണ്ടായിരുന്ന ചാർവാകൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ചാർവാകൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളാ. ഈശ്വരനില്ലെങ്കിൽ വേണ്ടാന്ന്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇവിടെയുള്ള കാർമ്മികമായ ചില പ്രക്രിയകളുണ്ട്. ഒരു കർമ്മം ഞാൻ ചെയ്താൽ അത് തിരിച്ചെനിക്ക് വന്നിരിക്കും. ആ വരും എന്നുള്ള പ്രിൻസിപ്പിളിലെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തി എന്റെ കർമ്മഭാരം കൂട്ടുമോ ഇല്ലയോ? ഞാൻ ഇനി കാണാൻ പോകുന്ന ഒരു വ്യക്തി, ഞാൻ സംസാരിക്കാൻ പോകുന്ന വ്യക്തി എന്റെ കർമ്മഭാരം കൂട്ടാൻ പോണ ആണാണോ അല്ലയോ? എന്താണ് കർമ്മഭാരം? അടുത്ത ചോദ്യം. കർമ്മഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തയും പ്രവൃത്തിയും മുഴുവൻ ആ വ്യക്തിയുടെ ചുറ്റും കടന്നു തിരിയാൻ പോവാണോ അല്ലയോ? ഒന്നാമത്തെ ചോദ്യം. ഇപ്പം നല്ല ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരാളെ പരിചയപ്പെട്ട ആൾ പറയാണ്, ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് 3-4 പേരെ പരിചയപ്പെട്ടു. അപ്പൊ അവരെല്ലാവരും എന്നോട് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നതെന്ന് വെച്ചാൽ, എന്താ ഈ നല്ല കാര്യങ്ങൾ? ഭഗവാങ്കിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ. എന്നെ പരിചയപ്പെട്ട 3 പേരും പറഞ്ഞ്, സാർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരണം. ഇപ്പൊ എന്നെ ഭഗവാങ്കിലേക്ക് അടുപ്പിക്കല്ലേ അവര്. അപ്പം അവരോട് എനിക്ക് സംസാരിക്കാം. അതേസമയം എന്നോട് പറയാണ്, സാറിന് ഞാനൊരു 2 കോടി ഉറുപ്പ്യ തരാം, എൻ്റെ കൂടെ വരൂ എന്നാണ് ഒരാൾ പറയുന്നതെന്നിരിക്കട്ടെ. പോണോ വേണ്ടയോ? എന്താ പോണ്ടാത്ത? 2 കോടി ഉറുപ്പ്യ കിട്ടിയാൽ പുളിക്കോ? നേരത്തെ ജരാസന്ധന്റെ കിരീടം നമ്മുടേതല്ല, മനസ്സിലായില്ലേ? എന്റേതല്ല. ആ 2 കോടി ആയിരുന്നെങ്കിൽ എന്റെ കയ്യിലുണ്ടായിരുന്നേനല്ലോ. അതാരും കൊണ്ടുതരണ്ടല്ലോ എനിക്ക്. അപ്പൊ അപരിഗ്രഹം, ജരാസന്ധന്റെ കിരീടം ജരാസന്ധന്റെ മക്കൾക്കുള്ളതാ, നമുക്കുള്ളതല്ല. അതെടുത്ത് തലയിൽ വെച്ച അന്ന് തൊട്ട് പരീക്ഷത്തിന്റെ ഈ ഭീമൻ കാണിച്ച തെമ്മാടിത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഭീമനെടുത്ത് സ്വന്തം തലയിൽ വെച്ചില്ലേ അത്? ഭീമൻ വിവരണ്ടായിട്ടാണോ അല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല. ഭീമൻ എന്താ വെച്ചാൽ കരുതി വെച്ചിട്ടേ കൊച്ചുമോന് കൊടുത്ത സമ്മാനാണ്, നീ ഇന്റെ തലയിലിരിക്കട്ടെ. നമ്മളൊരു ജൂനിയർ മാൻഡ്രേക്ക് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ഒരു മൊട്ടത്തലേനെ ആർക്ക് കൊടുത്തു? അവൻ സന്തോഷമായിട്ട് വാങ്ങിപ്പോയി കലി വരാൻ കൊടുത്തു. എന്നാ പിന്നെ അതെങ്കിലും ചെയ്യണം. അപ്പൊ എന്ത് വേണമെന്നറിയാം? നമ്മൾ ഈ ഇങ്ങനൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടി, ഭഗവാനെ ഇത് എന്റെ തലയിലിരുന്നാൽ അപകടമാവോ, ഞാൻ ഭഗവാന് തന്നേക്കാം എന്ന് പറയാൻ തോന്നിയില്ല അദ്ദേഹത്തിന്. മനസ്സിലായോ? അതെന്റെ തലയിൽ ഇരിക്കുന്നതാണ് ഭംഗിന്ന് എനിക്ക് തോന്നുകയാണ്. ശാപഗ്രസ്തം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരാൾ മനസ്സുരുകിയിട്ട് തരുന്ന ഒരു സാധനവും. ജരാസന്ധൻ വീണ് മരിച്ച ആളല്ലേ? നമ്മുടെ ആൾക്കാർ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. എങ്ങനെയാ? ആരെങ്കിലും ഒന്ന് മരിച്ച് കിടക്കുക, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് അപകടം പറ്റി കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടാവുന്നിടത്ത് പോക്കറ്റിലിടാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പം ഇവർ ആലോചിക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇവർ ചിന്തിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വരുന്ന പണം കൊണ്ട് എനിക്ക് ശ്രേയസ് വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പണത്തിന്റെ കൂടെ ആ കർമ്മബന്ധവും കൂടെ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനുള്ള വൈഭവം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ വരുന്നത് വെറും പണമല്ല വരുന്നത്, എൻ്റെ കൂട്ടത്തിൽ വേറെന്തൊക്കെയോ സാധനം വരുന്നുണ്ട്. അങ്ങനെയുള്ള കാർമ്മികമായ ബന്ധങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായാലും മതി. ഈശ്വരവിശ്വാസം വേണ്ടാന്ന്, ആ ധാരണയെങ്കിലും ഉണ്ടായാൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു, പല വിപത്തുകളും നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട്. ആ വിപത്തിലൊന്നും നിങ്ങൾ ആരും പെടുന്നില്ല. എന്തുകൊണ്ട് പെടുന്നില്ല?
അപ്പൊ അങ്ങനെ പെടാതെ നമ്മളെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് നമുക്കത് അനുഭവിക്കാനുള്ള കർമ്മദോഷമില്ലാത്തത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവെങ്കിലും ഉണ്ടായിട്ട് ഈശ്വരവിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ കർമ്മബന്ധത്തിനനുസരിച്ചുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി അപരിഗ്രഹം, എനിക്ക് ആവശ്യമില്ലാത്തത് എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും. ആർക്കെങ്കിലും ഒരു ഈ പറഞ്ഞ 100 കോടി, നിങ്ങൾക്ക് എത്ര രൂപ വേണം ഒരാൾക്ക്? പണം എത്ര രൂപ കിട്ടിയാൽ ഒരാൾക്ക് സന്തോഷമാവും? 500 കോടി, 5000 കോടി. എന്നാൽ ഈ കോടികളൊക്കെ ഉള്ള ആൾക്കാർ മരിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല തമാശയാണ് കാണാൻ. മഹാവിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് 112 എക്സസൈസസ് പറഞ്ഞിട്ടുണ്ട് മോക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ സമയം അതിക്രമിച്ച് എനിക്ക് വേറൊരു കാര്യത്തിനെത്താണ്ട് പത്തനംതിട്ട. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് മരിച്ചു വീണു എന്ന് കരുതുക. ഞാനിപ്പോൾ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വിഷമമാവണ്ട. ഞാനിപ്പോൾ മരിച്ചു എന്ന് കരുതുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ വീണ് മരിച്ചാൽ നിങ്ങൾ എന്ത് വെച്ചാൽ എല്ലാവരും ഓടി വരും, എന്നെ എടുത്ത് അയ്യോ എന്നൊക്കെ പറഞ്ഞ് കുറെ നെഞ്ചത്തൊക്കെ കുത്തി വെക്കും. മറ്റേ ഈ CPR കൊടുക്കുന്നപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആരെവിടെ വീണാലും CPR കൊടുക്കില്ല പരിപാടി. 2021 നല്ല രസകരമായ സംഭവം ഉണ്ടായി. മാരവിളക്കിൻ്റെ അന്ന് എൻ്റെ ഒരു DYSP സന്നിധാനത്ത് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം മറിഞ്ഞു വീണു. അപ്പൊ ഞാൻ പെട്ടെന്ന് പിന്നെ അദ്ദേഹത്തെ എടുത്തിട്ട് പോലീസുകാർ 4 പേര് ഓടുകയാണ്. ഞാൻ മുമ്പിൽ വിസിലടിച്ച് ഓടി വഴി ഉണ്ടാക്കുന്ന മാരവിളക്കിൻ്റെ അന്നാണ്. ഭയങ്കര തിരക്കാ. ആശുപത്രിയിലേക്ക് കഷ്ടിച്ചൊരു 10-500 മീറ്റർ ഉണ്ട്. എങ്ങനെയൊക്കെ ഓടി അവിടം വരെ എത്തി. അപ്പൊ അദ്ദേഹത്തിനെ അവർ റിവൈവ് ചെയ്യാൻ നോക്കുന്നു, ഒരുപാട് പണിയൊക്കെ എടുക്കുന്നു. അതിനിടയിൽ ഓടിയ പോലീസുകാരിൽ ഒരാൾ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ പോകാൻ പറ്റും. അപ്പൊ ഉടനെ അവിടുത്തെ എല്ലാവരും പറയും ഇയാൾക്ക് CPR കൊടുക്കുക. അപ്പൊ അയാൾ പാവം അവിടെ കിടന്ന് കഷ്ടിച്ച് അയാൾക്ക് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടി. എന്താ അറിയോ, എനിക്ക് CPR വേണ്ട, ഒരു മധുരം ഒരു മുട്ടായി തന്നാൽ മതി, ഷുഗർ കുറഞ്ഞിട്ടാണ്. അത് അയാൾ പറഞ്ഞില്ലെങ്കിൽ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അയാളുടെ ഈ നെഞ്ചു കൂട്ടി ഇടിച്ച് കലക്കും നമ്മളെല്ലാവരും ഇടി. ഇപ്പൊ ആര് വീണാലും നമ്മൾ എന്ത് ചെയ്യും കഴിഞ്ഞാൽ CPR കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ വീണാൽ നിങ്ങൾ എല്ലാവരുടെയും ഒന്ന് CPR തരും, ആശുപത്രി കൊണ്ടുപോകും. ഇത് എന്ത് പറയുന്നറിയോ? പറയുന്ന കുറച്ച് വാചകങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. എന്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു, പെട്ടെന്നാ പോയി. ഈ പറയുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ അവസ്ഥ അപ്പൊ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. അതാണ് മഹാവിജ്ഞാന ഭൈരവ തന്ത്രം പറയുന്നത്. എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഞാൻ ഇല്ലാണ്ടായി പോവോ? മരണം കൊണ്ട് എല്ലാം അവസാനിക്കുമോ എന്നാണ് ചോദ്യത്തിന്റെ താല്പര്യം. പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? നിങ്ങൾ കാണാത്ത കാര്യമൊന്നും പറയല്ലേ. ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം തീർത്ത് പറയാം, ശാസ്ത്രം ബോധ്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഫിസിക്സ് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഊർജം ഉണ്ടാക്കാനും പറ്റില്ല, ഉള്ള ഊർജത്തിനെ ഇല്ലാതാക്കാനും പറ്റില്ല. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന ഊർജം അല്ലേ, അത് എവിടെ പോകും? എവിടെയോ ഉണ്ടാവും. ഈ രൂപത്തിൽ തന്നെ ആയിരിക്കുമോ അതോ വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കുമോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഊർജം ഇല്ലാതാകുന്നില്ല എന്നുള്ളൊരു ശാസ്ത്ര സത്യമാണ്. അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ആത്മാവെന്ന് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല ആത്മാവിനെ. ഞാൻ പറയണ ആത്മാവിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? പക്ഷെ ഞാൻ പറയണു ഊർജ്ജത്തിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റില്ല, കാരണം ഒരു ശാസ്ത്ര സത്യമാണ്. അപ്പൊ ഊർജ്ജമായിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് വെച്ചോളൂ. ഞാനൊരു സത്തയാണ്. അപ്പൊ ഊർജ്ജമാണ്, എനിക്ക് സ്വത്വമുണ്ട്, എനിക്കൊരു നിലനിൽപ്പുണ്ട്, ഞാനൊരു എൻറ്റിറ്റിയാണ്. ആ ഊർജം ആയ ഞാൻ എന്തായിരിക്കും ചിന്തിക്കുക എന്നുള്ളതൊന്നും നമുക്ക് ആലോചിച്ച് നോക്കാം. ആ ഊർജത്തിന് തുടർച്ചയുണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ സംസാരിക്കുന്ന ചിന്തകളുമായിട്ട് തന്നെയാണ് ഞാൻ മരിച്ചത്. അങ്ങനെയല്ലേ? പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ചിന്തകൾ മാറാനുള്ള ടൈം പോലും കിട്ടുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എനിക്ക് നഷ്ടപ്പെട്ട്. മനസ്സിലായില്ലേ? എന്താണ്? എൻ്റെ ശരീരം. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. മനസ്സിലായില്ലേ? എല്ലാ ധർമ്മവും എല്ലാ പ്രവർത്തിക്കും എനിക്ക് ഉപകാരപ്പെട്ടിരുന്ന എൻ്റെ ശരീരം എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഞാനിവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോടൊക്കെ മിണ്ടണമെന്നുണ്ട്. എന്തുകൊണ്ടോ മിണ്ടാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്നെ കാണാനും പറ്റുന്നില്ല. അതാണ് ആത്മാവിനെ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ സമയത്ത് എനിക്ക് പ്രയോജനമുണ്ടാകുന്ന എന്ത് കാര്യമാണ് ഇപ്പൊ ജീവനോടെ ഇരിക്കുമ്പോ എൻ്റെ കയ്യിലുള്ളത്? ഒന്നുകൂടെ പറയണോ?
നല്ലോണം ആലോചിക്കേണ്ട കാര്യം ഇത് ഞാൻ പോയതിനു ശേഷം നിങ്ങൾ ആലോചിക്കണം. ആ സമയത്ത് ഞാൻ ഇപ്പം ഇവിടെ വീണ് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അസ്തിത്വം ബാക്കിയുണ്ടെങ്കിൽ, എൻ്റെ ചിന്തകൾ ഇത് തന്നെയാണെങ്കിൽ, ആ സമയത്ത് എനിക്ക് പ്രയോജനമുണ്ടാകുന്ന, എനിക്ക് ഗുണമുണ്ടാകുന്ന എന്താണ് മരണത്തിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള? IPS കൊണ്ട് പ്രയോജനം വല്ലതും ഉണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞ 500 കോടി 5000 കോടി കൊണ്ട് പ്രയോജനം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ പിന്നെ പ്രയോജനമുള്ളത്? നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മളെല്ലാവരും പറയുന്നത് ഈശ്വര നാമജപം കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ പറയാണ്. അറിഞ്ഞുകൂടെ, ഉറപ്പില്ലേ? പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ബാക്കിയുള്ള ഒരു കാര്യം കൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം 5000 കോടി 50,000 കോടിയും സ്വന്തം വിമാനമൊക്കെ ഉള്ളവർ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്താ ഉണ്ടാവുക എന്നുള്ളത്. പ്രേഷിതം പ്രേതം. നമ്മൾ ഈ പ്രേതം എന്ന് പറയുന്ന സാധനം തന്നെ യഥാർത്ഥത്തിൽ ഇതാ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ 5000 കോടിയുടെ മുകളിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു പ്രയോജനവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. ഇത് ഏത് നിമിഷം തിരിച്ചറിയുന്നു. അപ്പൊ ഞാനിപ്പം വേറെ ഈ IPS കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല നിങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ കൈക്കൂലിയൊന്നും മേടിക്കാത്ത വളരെ മിടുക്കനായ സത്യസന്ധനായ ഒരു IPS ഉദ്യോഗസ്ഥനാണ് ഞാൻ എന്ന് ഞാൻ അഹങ്കരിക്കുന്നുണ്ടെന്ന് വെച്ചോളൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാം? IPS ആയിരുന്നു ഞാൻ. എന്താ IPS? ഞാൻ പണ്ട്, എൻ്റെ അച്ഛൻ ഒരു റിട്ടയർഡ് ന്യായാധിപനായിരുന്നു, മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹം വീട്ടിലില്ലാത്ത നേരത്ത് ഒരാൾ വേച്ച് വന്ന് ഗേറ്റിന് തട്ടി. അപ്പം ഞാൻ ആൾ വേച്ച് നടക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് അത്രയും പ്രായമായി. അദ്ദേഹത്തെ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു. വീഴാൻ പോവാണ്. എന്നിട്ട് ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിന് മാത്രം ഒരു കുറവില്ല. പണിക്കരുണ്ടോ ഇവിടെ ചോദിക്കുകയാണ്. അത് ചോദ്യം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും, അതുപോലത്തെ ശബ്ദ ഗാംഭീര്യം. പക്ഷെ നിൽക്കാനുള്ള ആരോഗ്യമില്ല. ഞാൻ പറഞ്ഞു ഇല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്, എന്താ വേണ്ടത്, അങ്ങകത്ത് ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ കോളേജ് പഠിക്കുന്ന സമയം. വേണ്ട മറുപടി. ഓ ആയിക്കോട്ടെ, ജസ്റ്റിസ് ഗോപിനാഥ മേനോൻ വന്നിരുന്നു എന്ന് പറയൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങേക്ക് മനസ്സിലായില്ല? പറഞ്ഞില്ലേ? അപ്പൊ ആ ശബ്ദത്തിന്റെ ധാർഷ്ട്യം എന്താണെന്നറിയോ? ഞാൻ ജസ്റ്റിസ് ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ അദ്ദേഹം എന്ത് ജസ്റ്റിസ് ആയിട്ടും കാര്യമില്ല, എഴുന്നേറ്റിക്കാൻ പറ്റണില്ല. മനസ്സിലാക്കണം, എന്ത് ജസ്റ്റിസ് ആയിട്ട് എന്താ കാര്യം? ഒരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കേട്ടില്ല? അദ്ദേഹത്തിനെ കുറിച്ച് വളരെ പ്രസിദ്ധമായ തിരുവനന്തപുരത്തുകാരുടെ ഒരു കഥയുണ്ട്, നല്ല രസമുള്ള കഥയാണ്. അവിടെ ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു പണ്ട്. മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ? അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യത്തിനൊക്കെ വളരെ മുമ്പാണിത്. ആ മജിസ്ട്രേറ്റ് വളരെ കർക്കശക്കാരനും ഭയങ്കര, എല്ലാവരെയും കണ്ടാലൊക്കെ ചീത്ത വിളിക്കുക, സബോർഡിനേറ്റ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഭർഷിക്കുക. നാട്ടുകാർക്ക് മുഴുവൻ അദ്ദേഹത്തെ ഭയമാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. പിറന്നാളിന് ചട്ടമ്പി സ്വാമികളെ ക്ഷണിച്ചു. സ്വാമികൾ പറഞ്ഞു, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരോടി വന്നാൽ അങ്ങേക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വന്നോളൂ, എത്ര പേർക്ക് വേണമെങ്കിലും വിരുന്നൊരുക്കാൻ. അപ്പോൾ പറഞ്ഞു, ഒരു 50 ആളിട്ടാവുമെന്ന് പറഞ്ഞു സ്വാമികൾ. 50 100 ആയിക്കൊള്ളട്ടെ സ്വാമി, വിരോധമില്ലാന്നായി. സ്വാമികൾ വന്നിട്ട് പറഞ്ഞ്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇലയിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവർക്കും ഇലയിട്ടിട്ടുണ്ട്, 50 ഇലയിട്ടിട്ടുണ്ട്. സ്വാമി എൻ്റെ നടുക്കിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആരാണ് കൂട്ടുകാരെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കയറി പോന്നോളൂ എന്ന് പറഞ്ഞു. പോന്നപ്പോൾ എന്താണെന്നറിയോ? 50 പട്ടികളാണ്. 50 പട്ടികൾ. 50 പട്ടികൾ കയറി വരുന്നു. കൊരയില്ല, ബഹളമില്ല, വഴക്കാളിയൊന്നുമില്ല. നേരെ വന്ന് സ്വാമി ഇരുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിരന്നിരുന്നു. അന്തസ്സായിട്ട് കഴിച്ചു. അപ്പം ഇത് ഈ മജിസ്ട്രേറ്റിന് ഭയങ്കര വിഷമമായി. കാരണം സ്വാമിജി എന്തോ ഈ ഇദ്ദേഹത്തിനെ അവമാനിക്കാൻ വേണ്ടി ചെയ്ത പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. പട്ടികളെയും വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹം ആ നീരസം സ്വാമിയോട് പറയാൻ പേടിയുണ്ട്, എന്നാലും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇങ്ങനെ എന്നെ അവമാനിക്കേണ്ടിയിരുന്നില്ല എന്നൊരു വാക്ക് അദ്ദേഹം സ്വാമിയോട് പറഞ്ഞു. സ്വാമികൾ പറഞ്ഞേ, ഇത് അവമാനിച്ചതല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു 12 ന്യായാധിപന്മാരും ഒരു 25 പോലീസുകാരും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഓരോരുത്തരായിട്ട് വേണമെങ്കിൽ എന്തുപറ്റി
റീബർത്ത് ഇസ് ഡെഫിനറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഇവരെ ഓരോരുത്തരെയും വിളിച്ച് പരിചയപ്പെടുത്തണോ എന്ന് ചോദിച്ചു. 1-2 ആളുടെ പേര് പറഞ്ഞു കൊടുത്തു. പേര് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്ത പ്രവർത്തികളും ഏത് പ്രവർത്തികളും കൊണ്ട് അവരിങ്ങനെ ആയി എന്നും കൂടി അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്നാണ്. അതോടുകൂടി സാഷ്ടാംഗം നമസ്കരിച്ചു സ്വാമികളെ എന്നാണ്. അപ്പൊ നോക്കൂ, ഇനി റീബർത്ത് ഡെഫിനറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തം. നിങ്ങൾ വിശ്വസിക്കണ്ട, വിശ്വസിക്കാതിരിക്കുക, എന്ത് വേണോ ചെയ്തോളൂ, കുഴപ്പമില്ല. ഉണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഉണ്ടെങ്കിലുള്ള അവസ്ഥ നമുക്കറിയില്ലല്ലോ. ഇത് ഉണ്ടെങ്കിലത്തെ അവസ്ഥ മരിച്ചു പോവുകയും ചെയ്തു, ഇനി ഒരു ജന്മവും കിട്ടണില്ല, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരികയാണ്. അങ്ങനെ വന്ന് 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 ഒരു ജന്മം കിട്ടേണ്ട. അതാണ് ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ നരിചത്തു നരനായി പിറക്കുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ പിന്നെ കൃപയായി പിറക്കുന്നു. ഇതൊക്കെ ഹരിനാമകീർത്തനം ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇതെല്ലാം ഓർത്ത് ഒരു പൊടിക്ക് അടങ്ങിയാൽ നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയും. നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു സിനിമ പറയുന്നുണ്ട്, ഇതിങ്ങളുടെ ഇടയിലിട്ട് എന്നെ കഷ്ടപ്പെടുത്താതെ ഇതുങ്ങളെയൊക്കെ അങ്ങ് വിളിക്കുവോ എന്ന് ചോദിച്ചൊരു സിനിമയുണ്ട്. അതുപോലെ ആകരുത്. നമ്മൾ നന്നായിട്ട് നമ്മൾ തന്നെ തിരുത്തിയാൽ മതി. സ്വധർമാനുഷ്ഠാനം എന്നാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ എപ്പോഴും എന്താ ചെയ്യണമെന്ന് പറയാം, പരധർമാനുഷ്ഠാനം നമ്മൾ ചെയ്യുന്നത്. അയാൾ ചെയ്ത് ശരിയാണെന്ന് നോക്കിയാൽ അവൻ ആള് ശരിയല്ല. അത് പറയാൻ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരും സ്ഥാനത്തും ഇരിക്കുമ്പോൾ നിങ്ങളത് പറയുക. ഇപ്പൊ ഞാനും മധുബാബുവും കൂടി ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് കള്ളു കുടിച്ച് തുള്ളിക്കളിക്കുമ്പോഴേ നിങ്ങളെയൊക്കെ നേരെ ഒന്ന് കത്തിയെടുത്ത് വീശുമ്പം ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിച്ചോളാം, അവൻ അവൻ്റെ ധർമ്മം അനുഷ്ഠിച്ചോട്ടെ എന്ന് പറയുന്നത് നല്ല ധർമ്മം. ഞങ്ങളുടെ ധർമ്മം ഔദ്യോഗികമായിട്ട് അവനെ തടയാന്നുള്ളതാണ്. അത് ഞങ്ങൾ ചെയ്യണം. നിങ്ങളും മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ധർമ്മം അവനെ തടയാന്നുള്ളതാണ്. അല്ലാതെ അവൻ പറയാണ്, നിങ്ങൾ പറയുകയാണെന്ന് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ മഹാകള്ളനാണ്, അതെന്നിരിക്കട്ടെ, ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അതാരെയാ ബാധിക്കുന്നത്? പറയുന്നവരെയാ ബാധിക്കണം. എനിക്കിതിനോട് വിഷയമില്ല. ഞാൻ കള്ളനാവാം, ഞാൻ സത്യസന്ധനാവാം. ഞാനത് കേട്ടാൽ എന്ത് വേണമെന്നറിയോ? എന്തെങ്കിലും കള്ളത്തരം ഞാൻ കാണിച്ചിട്ടുള്ളൂ എന്നുള്ള ആത്മപരിശോധന ഞാൻ നടത്തണം. അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഈ ശ്രീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ വലിയ പ്രഭാഷണമൊക്കെ നടത്തും, പക്ഷെ ശുദ്ധം നുണയനും കള്ളനുമാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ പറഞ്ഞു എന്നിരിക്കട്ടെ ആരെങ്കിലും. എൻ്റെ ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒരു സാധനം റീലായിട്ട് പോയി എന്ന് വെച്ചോളൂ, അതിനടിയിൽ കാണുന്നു തനിക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേടോ. അത് ശരിയാണ്, എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ ഞാൻ എവിടെയോ ഗുരുവായൂർ എന്തോ ഒരു ഭാഗവത സപ്താഹത്തിന് പ്രസംഗിച്ച് ഇതിങ്ങനെ പോയപ്പോൾ അതിനടിയിൽ കുറേ കമന്റുകൾ വന്നു. ഇവനെയൊക്കെ പോലീസിലെടുത്തവനെ വേണം തല്ലാൻ, ഒരു കമന്റാണ്. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? എന്താ പറയാ, പുളിയാമ്പള്ളി നമ്പൂരി എന്ന് പറഞ്ഞ ഒരാളുടെ കഥയുണ്ട് ഐതിഹ്യമാലയിൽ. പുളിയാമ്പള്ളി നമ്പൂരിയുടെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, അദ്ദേഹം 17 വയസ്സുള്ളൊരു പെൺകുട്ടി, അദ്ദേഹത്തിന് 60-65 വയസ്സോളമായി പ്രായം. 17 വയസ്സുള്ളൊരു പെൺകുട്ടിയെ, വേളിയാണ്, ഞാൻ വിവാഹം കഴിച്ചാണ്, സ്വന്തം കുടുംബത്തിൽ തന്നെയുള്ള മരുമകളുടെ സ്ഥാനത്തുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്, വേളിയാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു നടക്കണേ. അപ്പൊ പാക്കനാരും ഭാര്യയും കൂടി, പണ്ട് കാലത്ത് തീണ്ടാപ്പാടകലെ കിടക്കണമല്ലോ, പാക്കനാരും നീച ജാതി താഴ്ന്ന ജാതി ആയതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, മണ്ണിട്ട് മൂടി കിടക്കുക പാക്കനാരും ഭാര്യയും നമ്പൂരി പോകുമ്പോ. അപ്പൊ ഈ നമ്പൂരിയുടെ ഭാര്യയെ കണ്ടിട്ട് പാക്കനാരുടെ ഭാര്യ പറഞ്ഞു, വഷളൻ, ആ ചെറിയ കുട്ടിയെ ഭാര്യ എന്നുകൊണ്ട് കൊണ്ടുനടക്കുന്ന ആണല്ലേ ഇയാൾക്ക്. പാക്കനാര് പറഞ്ഞു, അവസാനത്തെ പുഴു നിനക്ക് എന്ന് പറഞ്ഞു. അവസാനത്തെ പുഴു നിനക്ക്. അപ്പോ ഭാര്യ ചോദിച്ചാൽ എന്താ? അദ്ദേഹം പോട്ടെ എന്നിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പുളിയാമ്പള്ളി നമ്പൂതിരി അസാധ്യ ഭദ്രകാളി ഉപാസകരാണ്. അപ്പൊ അയാള് 40-40 വയസ്സുള്ളപ്പോൾ ഭദ്രകാളി പ്രത്യക്ഷയായി അദ്ദേഹത്തിന്. അപ്പൊ ഭദ്രകാളിയെ കണ്ട ഉടനെ പിന്നെ ഇദ്ദേഹം ചോദിച്ചു, എൻ്റെ അമ്മേ, ഇനി എനിക്ക് കഷ്ടപ്പാടുമില്ലല്ലോ, ഈ നേരത്തെ പറഞ്ഞ ഒരു താപത്രയോന്മൂലനം, എൻ്റെ താപത്രയങ്ങൾ മുഴുവൻ തീർന്നില്ലേ, ഞാൻ അമ്മയെ കണ്ടുല്ലോ, ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇനി എനിക്ക് മോക്ഷമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ ഇനി എന്താ പറയാ നിർവികൽപ്പ സമാധിയല്ലേ എനിക്ക്. അപ്പം ഭദ്രകാളി പറഞ്ഞു, ആയിട്ടില്ല മോനെ,
നിനക്കൊരു ജന്മം കൂടി ഉണ്ട്. എന്താ ജന്മത്തിന്റെ പ്രത്യേകത? നീ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന് നാട്ടുകാരെ കുറിച്ച് മുഴുവൻ പള്ളു പറയുന്ന സ്വഭാവക്കാരനായിരുന്നു. അത് കാണിച്ചു കൊടുത്തു അമ്മ. എന്നിട്ട് ആരെയൊക്കെ കുറിച്ച് ഇയാൾ എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ എന്നിട്ട് ഒരു തലയോട്ടി കാണിച്ചു കൊടുക്കും. ഇത് നീ കഴിഞ്ഞ ജന്മത്തിൽ നീ മരിച്ചു കഴിഞ്ഞിട്ടുള്ള നിന്റെ തലയോട്ടിയാണ്. തലയോട്ടിക്കകത്ത് ഇങ്ങനെ പുഴുക്കൾ കിടന്നിങ്ങനെ ആർക്കാണ്, വലിയ വലിയ പുഴുക്കൾ. നിനക്ക് ഞാൻ ഒരു സൗകര്യം ചെയ്തു തരാം. നിനക്കിനി ഒരു ജന്മം തരാതെ മരണാനന്തരം നിന്റെ വ്യോമതലം എന്നാണ് അതിന് നമ്മളെ ഭാഷ പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്ന ഭാഷ വ്യോമതലം. വ്യോമതലത്തിൽ നിനക്കൊരു കൃത്രിമ ശരീരം തന്നിട്ട് നീ ഓരോ പുഴുക്കളെയും തിന്ന് ഇത് അവസാനിപ്പിക്കണം. അങ്ങനെ നിന്റെ കർമ്മദോഷം തീരുമ്പോൾ നിനക്ക് ഞാൻ മോക്ഷത്തിനുള്ള വഴി ഉണ്ടാക്കി തരാമെന്നാണ് കാളി പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ശാഠ്യം പിടിച്ചു. എൻ്റെ അമ്മേ, ഞാൻ അമ്മയുടെ കുഞ്ഞല്ലേ, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടുമോ? ഞാൻ തെറ്റ് ചെയ്തു പോയി, ശരിയാണ്. അതെങ്ങനെങ്കിലും ഇല്ലാതാക്കി തരാൻ എന്താ വഴി? അപ്പൊ അമ്മയാണല്ലോ, അമ്മയ്ക്ക് ഈ നിയമമൊന്നുമില്ല. ഈ മാതൃസങ്കല്പത്തിന്റെ പ്രത്യേകത വെച്ചാൽ ബാക്കിയുള്ള ദേവന്മാരുടെ സങ്കല്പ പ്രത്യേകതകളൊന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് ആ മക്കൾ കറിഞ്ഞ ആകെ പ്രശ്നത്തിലായി. അമ്മ ബുദ്ധിയും ബോധവും ഇല്ലാത്ത തള്ളയാണ്. ഈ ബുദ്ധിയും ബോധം ഇല്ലാത്ത തള്ളയെന്ന് പറഞ്ഞെന്നറിയോ? നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഒരു വഴി ഉണ്ടാക്കി തരാം. നീ ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതുപോലെ നിന്നെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞാൽ അവർക്കിത് ഞാൻ വീതം വെച്ച് കൊടുത്തോളാം. അപ്പൊ അതെന്ത്, ഇയാൾ ഒരു ബന്ധമില്ല ഈ പെൺകുട്ടിയായിട്ട്. അയാൾ ഭദ്രകാളിയെ നേരിട്ട് കണ്ടാക്കി ഈ സാമാന്യ ലോകത്തുള്ള എന്തെങ്കിലും വ്യവഹാരങ്ങൾ അയാളെ ബാധിക്കുമോ? അയാൾക്കാവുന്നൊരു പ്രശ്നമൊന്നുമില്ല. അയാൾ വെറുതെ ഒരു കുട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കണമെന്നുള്ളൂ. പക്ഷെ കൂടെ കൂട്ടിക്കൊണ്ട് വേളിയാണ് എന്നുള്ള കള്ളം പറഞ്ഞു നടന്നപ്പോ കാണുന്നവരൊക്കെ പറഞ്ഞു, വൃത്തികെട്ടവൻ പറയല്ലോ. പറയുന്നു ഓരോരുത്തർക്കായിട്ട് ഭദ്രകാളി ഓരോരോ പുഴു ഇങ്ങനെ വീതിച്ചു കൊടുത്ത് അവസാനം ഒരെണ്ണം ബാക്കിയുള്ളപ്പോഴാണ് പാക്കനാരുടെ ഭാര്യ എഴുന്നള്ളിക്കണത്. ഏത്? അപ്പൊ ആണ് പാക്കനാര് പറയണത്, അവസാനത്തെ പുഴു നിനക്ക്. ഇത് പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം, നമ്മൾ മറ്റുള്ളവരെ പള്ളു പറയുമ്പോൾ അവരുടെ പുഴുക്കളൊക്കെ നമ്മളെ കാത്തിരിക്കുകയാണെന്നുള്ളത് മറന്നു പോകണ്ട. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഞാൻ മഹാകള്ളനാണെന്ന് പറയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ പുഴുക്കളെയൊക്കെ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിട പറയുന്നു. ഇത്രയും നേരം എന്നെ കേട്ട് ക്ഷമയോടെ ഇരുന്ന സഹൃദയ സദസ്സിന് നന്ദി, നമസ്കാരം.